ഒരു കുട്ടി അവന് കയ്യിന് വയ്യെങ്കിൽ അല്ലെങ്കിൽ അവന് കൈ ഒടിഞ്ഞാൽ അവനൊരു പനി ഉണ്ടെങ്കിൽ തലവേദന ഉണ്ടെങ്കിൽ അവന് സ്കൂൾ ലീവാക്കും അല്ലെങ്കിൽ കോളേജ് ലീവാക്കും. എന്നാൽ എനിക്ക് മാനസികമായി സുഖമില്ല അതുകൊണ്ട് ഞാൻ കോളേജ് ലീവാക്കാണ് എന്നുള്ളത് ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ല. പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ എത്രമാത്രം നമ്മുടെ അധ്യാപകർക്കും പറ്റും എന്നുള്ളതും വലിയൊരു ചോദ്യമാണ്. ഇതിനെ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവട്ടെ, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ സിസ്റ്റം വന്നാൽ. പക്ഷേ എസെൻഷ്യലി ഒരാളുടെ മെന്റൽ ഹെൽത്ത് എന്നുള്ളത് പൊതുവെ വെതർ പോലെയാണെന്നാണ് പറയാറുള്ളത്. എനിക്ക് എന്താണ് ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു 5-നും 8-നും 14-നും ഇടയിലുള്ള കുട്ടികളൊക്കെ പറയും ഫുട്ബോളർ ആവണം, അവർക്ക് മെസ്സിയും റൊണാൾഡോ ഒക്കെയാണ് അവരുടെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ കുട്ടികൾക്കെല്ലാം ഈ നീറ്റിനൊക്കെ കൊടുക്കുന്നത് പോലെയുള്ള ഒരു ക്യാമ്പ് നിരന്തരമായിട്ടുള്ള 2 വർഷത്തത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൽ സെലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നീ മറ്റേ ദേശീയ ടീമിലേക്ക് വരും അല്ലെങ്കിൽ മറ്റേ നാഷണൽ മറ്റേതാവെന്ന് പറഞ്ഞു നോക്കിയാൽ അവിടെ ഇതിൻ്റെ 10 ഇരട്ടി ആത്മഹത്യ ഉണ്ടാവും. ഈയിടെ കാൺപൂർ IIT-യിലെ ഒരു ഗവേഷക വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത വിവരം പുറത്ത് വന്നിരിക്കുന്നു. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് തീർച്ചയായും നമുക്ക് പറയാൻ കഴിയും. മാത്രവുമല്ല ഇത് ആ ഒരു വ്യക്തിയുടെ ഒരു ദുരന്തമായിട്ടും നമുക്ക് കാണാൻ കഴിയില്ല. മറിച്ച് രാജ്യത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ സംവിധാനങ്ങളിലേക്ക് നമ്മുടെയൊക്കെ ശ്രദ്ധയെ ക്ഷണിക്കുന്ന ഒരു മുന്നറിയിപ്പ് എന്ന നിലക്ക് തന്നെയാണ് നമ്മളിതിനെ യഥാർത്ഥത്തിൽ കാണേണ്ടത്. രാജ്യത്തിൻ്റെ അഭിമാന സ്ഥാപനങ്ങളിലൊന്നായ IIT-കളിലടക്കം PhD ഗവേഷണ രംഗത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, പിരിമുറുക്കങ്ങൾ, ഒറ്റപ്പെടലുകൾ, മറ്റു വ്യത്യസ്തമായ രീതിയിലുള്ള പീഡനങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷനായി പ്രതിഫലനമായി തന്നെയാണ് ഇത്തരം ആത്മഹത്യകളും ദുരന്തങ്ങളുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം കാണേണ്ടിയിരിക്കുന്നു. ഒരു പ്രഷർ ഓഫ് എക്സലൻസ് എന്ന ഒരു കാര്യം അത് വിദ്യാർത്ഥികളെ മനുഷ്യൻ എന്നതിനപ്പുറം ഒരു ഫല പുഷ്ടിയുള്ള ഒരു വസ്തുവായി കാണുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉയർന്നു വരുന്നത്. ഈ ഒരു വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുമ്പോൾ എത്രത്തോളം ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ എന്താണ് പറയാനുള്ളത്? നമ്മൾ തിരുത്തേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനിങ്ങനെ കണക്കുകൾ നോക്കിയായിരുന്നു. ഇപ്പം ഞാൻ IIT മദ്രാസിൽ പഠിച്ചതാണ്. ഞാൻ തന്നെ പല ആത്മഹത്യകളും ഞാനുള്ള സമയത്ത് തന്നെ കണ്ടിട്ടുള്ള ഒരാളാണ്. IIT-കളിലെ ആത്മഹത്യക്ക് ഒരു അറ്റൻഷൻ കിട്ടാനുള്ള കാരണം അത് IIT-കളാണ് എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ ഇന്ത്യയിൽ വലിയൊരു വിഭാഗം ആളുകൾക്ക് ആത്മഹത്യാ പ്രവണതയുണ്ട്. ഇത് വർദ്ധിച്ചു വരുന്നുണ്ട്. ഇത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അത് IIT-കളിലെ ഒരു ഹൈ പെർഫോമൻസിൻ്റെ മാത്രം പ്രശ്നമാണെന്ന് ചോദിച്ചാൽ അങ്ങനെയാണെന്നുള്ളത് കണക്കുകൾ പറയുന്നില്ല. മേ ബി IIT-കൾക്ക് അറ്റൻഷൻ കിട്ടാനുള്ള റീസൺ അത് നമ്മുടെ നാട്ടിലൊരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പിന്നെ നമുക്ക് ചോദിക്കാവുന്നൊരു ചോദ്യം, ഇത്രയധികം എക്സലൻസിലോട്ട് ഓൾറെഡി എത്തപ്പെട്ട ആളുകൾ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു? അത് അവരുടെ നിന്ന് മേ ബി ആത്മഹത്യാ പ്രവണത കുറച്ച് കുറയുകയല്ലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ളത് വളരെ ജെന്യുവനായിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ മാത്രം നമ്മൾ പ്രതിക്കൂട്ടി നിർത്തേണ്ടതില്ല. നേരെ മറിച്ച് ആത്മഹത്യ എന്നുള്ളതിന് പല റീസൺസ് ഉണ്ടാവാം. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനൊരു ദിവസം എൻ്റെ ഹോസ്റ്റലിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കുറേ പ്രൊഫസേഴ്സ് ഓടി വരുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഈ റൂം എവിടെയാണ് ചോദിച്ചു, ഇന്ന റൂം നമ്പർ എവിടെയാണ് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്താണ്, ഇന്ന ഫ്ലോറിലാണ്, ഞങ്ങളെ കൂടെ വന്ന് കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു ഭയങ്കര ഹറിബറിയിലിരുന്നുണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ അവരുടെ കൂടെ സ്പീഡിൽ ചെന്നിട്ട് റൂം ചെന്ന് മുട്ടി. ആൾ റൂം തുറക്കുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു നമ്മൾ ചവിട്ടി തുറക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും ചവിട്ടി തുറന്നപ്പോൾ ആൾ അവിടെ ബോധരഹിതനായി കിടക്കുകയാണ്. അയാൾ എന്താ പറയുക, ഒരുപാട് അതിൻ്റെ കുറേ മരുന്നുകളൊപ്പം കുടിച്ചതിൻ്റെ ഒരു സ്ട്രിപ്പ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കിടക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും അയാളെ താങ്ങിക്കൊണ്ടുവന്ന് ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയി. ആൾ അൽഹംദുലില്ലാഹ് രക്ഷപ്പെട്ടു. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ പുള്ളിയുടെ സോഷ്യൽ മീഡിയ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ആൾ അപാരനായിട്ടുള്ളൊരു എഴുത്തുകാരനാണ്. കമ്പ്യൂട്ടർ സയൻസാണ് പഠിക്കുന്നത്, പക്ഷേ ഒരു അടിപൊളി എഴുത്തുകാരനാണ്. എന്താ അയാൾ ആത്മഹത്യക്ക് ശ്രമിക്കാനുള്ള റീസൺ എന്നുള്ളത് എനിക്കറിയില്ല. മേ ബി ഹി വെൻ ടു ഡിപ്രഷൻ, പല കാരണങ്ങളിലുണ്ടാവാം. ഇതേപോലെ ഒരാൾ നമ്മുടെ ഹോസ്റ്റലിലൊക്കെ വളരെ ജോളിയായിട്ട് നടന്നിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം ആത്മഹത്യ, വളരെ ഷോക്കിങ്ങോട് കൂടിയിട്ടാണ് ന്യൂസ് കേട്ടത്. അപ്പോൾ അതിനുള്ള റീസൺ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് പുള്ളിയുടെ ഒരു MTech പ്രൊജക്റ്റ് സമയത്തിന് തീർന്നില്ല. അപ്പോൾ കിട്ടിയ പ്ലേസ്മെൻറ്റ് ജോലിക്ക് എന്ത് സംഭവിക്കും എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അദ്ദേഹം ആത്മഹത്യ ചെയ്തെന്നുള്ളതാണ്. ഇതേപോലെ പല കാരണങ്ങളാൽ ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട്. റിലേഷൻഷിപ്പ് ഫെയിലിയർ കൊണ്ട് ആത്മഹത്യ ചെയ്ത ആളുകളെ കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ അക്കാഡമിക് പ്രഷർ, ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ ഗവേഷക വിദ്യാർത്ഥികൾ PhD-കാർക്ക് വരുമ്പോൾ ഒരു സെപ്പറേറ്റ് പ്രഷറാണ്. കാരണം വളരെ ടാഞ്ചിബിൾ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് മുമ്പിലില്ല. ഒരു ബിടെക്കാരനാകുമ്പോൾ അയാൾ എക്സാം എഴുതണം, പാസ്സാവണം. അത് പാസ്സാവുക എന്നുള്ളത് അയാളുടെ കയ്യിൽ കുറേ ബന്ധിതമായ കാര്യമാണ്. നേരെ മറിച്ച് റിസർച്ച് ഔട്ട്പുട്ട് എന്നുള്ളത് വേറെ കുറേ ഫാക്ടേഴ്സ്, അയാളുടെ ഡിപ്പെൻഡൻ്റ് അല്ലാതെ ഒരുപാട് വലിയ ഫാക്ടേഴ്സിനെ, അയാളുടെ ഗൈഡിൻ്റെ ഒരു മാനസികാവസ്ഥയെ, അയാളുടെ ഗൈഡിൻ്റെ ഒരു സ്വഭാവത്തെയൊക്കെ
എന്താ പറയുക കാരണം വരാവുന്ന ഒരു സംഭവമാണ് ഒരാളുടെ റിസർച്ച് ഔട്ട്പുട്ട് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവേഷക വിദ്യാർത്ഥികൾക്കിടയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തുണ്ട് കുറച്ച് കൂടുതലുള്ളതായിട്ട് ഒബ്സേർവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ പല റീസൺസ് ഈ ആത്മഹത്യക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഇവിടെ വലിയൊരു പ്രശ്നമായി തോന്നിയിട്ടുള്ളത്. ഇവിടെ നേരത്തെ ഒരു സംഭവമായിട്ട് നമുക്ക് കൂട്ടി വായിക്കാവുന്നത്, നമ്മളിലോട്ട് തന്നെ ഒതുങ്ങിപ്പോകുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. നമ്മൾ അപ്പുറത്തുള്ള ഒരാളുടെ ഒരു എന്താ പറയുക ഒരു മുഖം ശരിയല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചോദിക്കാറില്ല എന്നുള്ളതാണ്. നമ്മൾ വളരെ സൗകര്യപൂർവ്വം അതിനെ വിട്ടുകളയും. ഇപ്പോൾ ഒരു കുട്ടി അവന് കയ്യിന് വയ്യെങ്കിൽ അല്ലെങ്കിൽ അവന് കൈ ഒടിഞ്ഞാൽ, അവനൊരു പനിയുണ്ടെങ്കിൽ, തലവേദന ഉണ്ടെങ്കിൽ അവന് സ്കൂൾ ലീവാക്കും അല്ലെങ്കിൽ കോളേജ് ലീവാക്കും. എന്നാൽ എനിക്ക് മാനസികമായി സുഖമില്ല അതുകൊണ്ട് ഞാൻ കോളേജ് ലീവാക്കാണ് എന്നുള്ളത് ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ല. പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ എത്രമാത്രം നമ്മുടെ അധ്യാപകർക്കും പറ്റുമെന്നുള്ളതും വലിയൊരു ചോദ്യമാണ്. ഇതിനെ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവട്ടോ, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു സിസ്റ്റം വന്നാൽ. പക്ഷേ എസെൻഷ്യലി ഒരാളുടെ മെൻ്റൽ ഹെൽത്ത് എന്നുള്ളത് പൊതുവേ വെതർ പോലെയാണെന്നാണ് പറയാറുള്ളത്. അത് ചില ദിവസത്ത് നമുക്കെല്ലാവർക്കും അറിയാം, ചില സമയത്ത് മൂഡ് വേരിയേഷൻസ് നമ്മളെല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അതിൻ്റെ എക്സ്ട്രീംസിൽ പോകുന്ന ആളുകളെ, അത്തരത്തിലുള്ള ഫ്രണ്ട് സർക്കിൾ നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ വളരെ ഗൗരവപൂർവ്വം കാണണം. ഒരു സൊസൈറ്റിക്കാണ് ഈ ഒരു ആത്മഹത്യയെ തടയാൻ സാധിക്കുക എന്നുള്ളത്. ഒരു നല്ലൊരു ഫ്രണ്ടിനാണ് ആത്മഹത്യയെ തടയാൻ സാധിക്കുക. അതിനപ്പുറം സ്കൂൾസിൽ സിസ്റ്റംസ് വേണം. ഇത്തരത്തിലുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ സംബന്ധിച്ച് ടീച്ചേഴ്സും അതേപോലെ തന്നെ അക്കാഡമീഷ്യൻസും അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫൊക്കെ വളരെയധികം അവെയർ ആവണം. ഇതിനൊന്നും യാതൊരു സംശയവുമില്ല. അത്തരത്തിലുള്ളൊരു മെക്കാനിസം നമ്മുടെ കോളേജുകളിൽ ഉണ്ടോ എന്നുള്ളത് വലിയൊരു സംശയമാണ്. പക്ഷേ ഇനവേ നേരത്തെ പറഞ്ഞതുപോലെ കാലം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകൾക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ടാക്കുന്നത് എന്തെല്ലാമാണ്. നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ ആളുകളെ കുറച്ചും കൂടി ഡിസ്ട്രസ്ഡ് ആക്കുന്നുണ്ട്. നമ്മളൊരു ഫോട്ടോ ഇട്ടാൽ അതിൽ വരുന്ന കമൻറ്റ് എന്താണ് എന്നതിനെ സംബന്ധിച്ച് പോലും നമ്മളെന്താണ് അധികം കൺസേൺഡ് ആണ്. അക്കാഡമിക്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആര് ലൈക്ക് ചെയ്തു ലൈക്ക് ചെയ്തില്ല, നമുക്ക് വന്നൊരു കമൻറ്റ് എന്താണ്, അതിൽ വരുന്ന സൈബർ ബുള്ളിങ്, ഇതെല്ലാം ആളുകളെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. ഇപ്പോൾ അടുത്ത് നമ്മൾ നമ്മുടെ യുവാവിൻ്റെ കേസിൽ, ഒരു ബസ്സിലുള്ള ആ ഇഷ്യൂല യുവാവിൻ്റെ കേസിൽ നമ്മൾ കണ്ടതാണ്. അയാളെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച, അയാൾ ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളതിലപ്പുറം ആ ഒരു സോഷ്യൽ മീഡിയ അറ്റാക്ക്, നമ്മുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഒരാളെ ആത്മഹത്യാ മുനമ്പിൽ പ്രോബബ്ലി എത്തിച്ചത് എന്നുള്ളത് വളരെ ഗൗരവകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് ആ ഒരു സൊസൈറ്റി എന്നുള്ളതൊക്കെ നമ്മൾ കാണണം. അപ്പോൾ ഈ മെൻ്റൽ ഹെൽത്ത് അവെയർനെസ് എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനെക്കുറിച്ചുള്ളൊരു അവെയർനെസ് നിരന്തരം ഉണ്ടാവുകയും ആസ് എ സൊസൈറ്റി നമ്മുടെ ചുറ്റുള്ള ആളുകളുടെ മുഖമൊന്ന് മങ്ങിയാൽ അവരെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കുകയും നമ്മുടെ പ്രശ്നങ്ങൾ അവനുമായിട്ട് ഷെയർ ചെയ്യുകയും, അൾട്ടിമേറ്റ്ലി മനുഷ്യരെല്ലാവരും കുറേയൊക്കെ നല്ലവരാണെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർക്ക് അവരവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഷെയർ ചെയ്യാനും അത് ഉൾക്കൊള്ളാനൊക്കെ സാധിക്കും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധയൂന്നുകയും നമ്മൾ ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും നമ്മൾ ഇവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ ബാക്കിയുള്ളവരോട് പറയുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, ഒരു സൊസൈറ്റി നമ്മുടെ ചുറ്റും ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും അതിനൊരുപാട് പ്രശ്നങ്ങളുണ്ടാവാം. ഇത് മിസ്യൂസ് ചെയ്യുന്ന ആളുകളെ നമുക്ക് പ്രതീക്ഷിക്കാം, യാതൊരു സംശയവുമില്ല. ഞാനിപ്പോൾ അടുത്ത് ഞാൻ GCC പോയ സമയത്ത് എൻ്റെ അളിയനവിടെ ഡോക്ടറാണ്. അളിയൻ പറഞ്ഞു, ഈ ഒരു തേഴ്സ്ഡേ ആയി കഴിഞ്ഞാൽ ഒരു വെനസ്ഡേ ആയി കഴിഞ്ഞാൽ കുട്ടികളുടെ ഒരു കുത്തൊഴുക്കാണ്. എന്തെങ്കിലും ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കണം. ആ എഴുതി കൊടുത്താൽ തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ഒരു 3 ദിവസം ഒരുമിച്ച് അവധി കിട്ടും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ പേഷ്യൻസ് കാര്യമായിട്ട് ഒരു വെനസ്ഡേ ഉണ്ടാവുക ആരാണ്? സ്റ്റുഡൻസ് ആണ് എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് മേ ബി മിസ്യൂസ് ചെയ്യപ്പെട്ടേക്കാം. എന്നാലും ഒരു ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിന് തന്നെയാണ് നമ്മൾ വാല്യൂ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ IIT-കളിലെ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ IIT-കളിൽ എത്തി എന്നുള്ളത് കൊണ്ട് നമ്മൾ ശരിക്കും ഒരാൾ ആത്മഹത്യ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും അയാളുടെ ജീവിതത്തിൽ മുമ്പുള്ളൊരു ശൂന്യതയാണ്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്നോ, അതിന് അയാൾക്ക് എന്താ പറയുക, മേ ബി ഈ പറഞ്ഞൊരു പരലോകബോധവും പരലോക ചിന്തയും അയാളുടെ ഏത് പ്രശ്നത്തിനും പരിഹാരം തരുന്ന ഒരു റബ്ബുമുണ്ട് എന്നുള്ള ഒരു ചിന്ത ആളുകൾക്ക് ഇല്ലാത്തത് ഈ ആത്മഹത്യയിൽ വലിയൊരു കാരണമാണ്. മരണത്തിന് ശേഷം ജീവിതമില്ല എന്നുള്ള ആ ഒരു തോന്നൽ ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അപ്പോൾ ഈ ഒരു എയിംലെസ് ആയിട്ടുള്ള ആളുകളെ, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ട് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതും ഈ ഒരു സൂയിസൈഡ് പ്രിവെൻഷനിൽ
ഒരുപക്ഷെ നമ്മളധികം ഉപയോഗിക്കാത്തൊരു കാര്യം അതാണ്. പക്ഷേ ശരിക്കും ഇതിൽ വർക്കാവുന്നൊരു കാര്യം നമ്മുടെ ലൈഫ് എന്നുള്ളത് നീ ഒന്ന് അവസാനിപ്പിക്കുമ്പോഴേക്ക് തീരുന്ന ഒന്നല്ല എന്നുള്ളതും ഇവിടുത്തെ ഒരു സഫറിങ് അങ്ങനെ തീരുന്ന ഒന്നല്ല എന്നുള്ളതും, നേരെ മറിച്ച് ഇതിൻ്റെ കോൺസിക്വൻസസ് നമുക്ക് പരലോകത്ത് അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു ബോധ്യം ചുറ്റുള്ള എല്ലാവർക്കും പകർന്നു നൽകുക എന്നുള്ളത് ഒരുപക്ഷെ മറ്റാരും ചെയ്യാത്തൊരു കാര്യമാണ്. ആ ഒരു ദൗത്യവും നമുക്ക് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്നവരിൽ മാത്രമല്ല കുട്ടികളിലും ഈ പ്രവണത കണ്ടുവരുന്നുണ്ട്. എന്താണ് പ്രതികരിക്കാനുള്ളത്? മാത്യു സയ്യിദ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ ദി ബൗൺസ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇപ്പം നമ്മൾ ഈ 10 സെക്കൻഡിൽ താഴെ 100 മീറ്റർ ഓടിയിട്ടുള്ള എല്ലാവരും ബ്ലാക്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് കണ്ടെത്താവുന്ന ഒരു നിഗമനം എന്താണ്? ബ്ലാക്സിന് കൂടുതൽ സ്റ്റാമിന ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ എജിലിറ്റിയോ സ്പീഡോ ഒക്കെ ഉണ്ടെന്ന്. അങ്ങനെ പല ഈ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ചില ഈ അന്ധവിശ്വാസങ്ങളെന്ന് പറയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇദ്ദേഹം ദീർഘമായ തൻ്റെ പഠനത്തിൻ്റെ ഒടുവിൽ അദ്ദേഹം പറയുന്ന കാര്യം വെച്ചാൽ അത് സത്യമല്ല എന്നാണ്, അത് വെറും മിത്താണെന്നാണ്. അദ്ദേഹം പറയുന്നത് ബോധപൂർവമുള്ള പരിശ്രമത്തിലൂടെ ഈ 10,000 hours പരിശ്രമം എന്നൊക്കെയുള്ള തിയറി ഉണ്ടല്ലോ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരെ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ എന്ത് ചെയ്യാം, അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ പരിശ്രമം, ട്രെയിനിങ്, സാഹചര്യം ഇതൊക്കെ ഉണ്ടെങ്കിൽ വിജയിക്കാൻ നടത്തും. ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ള വശം പറയാനാണ് ഇത് പറഞ്ഞത്. നമ്മുടെ നാട്ടിലിപ്പം നടക്കുന്നത് ഈ 2025 നീറ്റിൽ 99.99% പെർസെൻറ്റൈൽ വാങ്ങിയ ഒരു കുട്ടി, അനുരാഗ് അനിൽ ബോർക്ക് എന്ന് പറയുന്ന ഒരു കുട്ടി, മഹാരാഷ്ട്രയിലെ കുട്ടിയാണ്. ആ കുട്ടി തൻ്റെ കോളേജിൽ ചേരേണ്ടതിൻ്റെ തലേ ദിവസം പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട തലേദിവസം എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. അപ്പോൾ പറഞ്ഞു എനിക്കിത് പഠിക്കേണ്ടതാണ്. അപ്പോൾ തൻ്റെ പരിശ്രമത്തിലൂടെ തൻ്റെ കഴിവൊക്കെ കുട്ടി തെളിയിച്ചു. പക്ഷേ പിന്നീട് ഇനി വരാനിരിക്കുന്ന ഒരു പഠന ലോകത്തെ ഇവർക്ക് ആലോചിക്കാൻ പോലും വയ്യ. അപ്പം അച്ഛൻ്റെയും അമ്മയുടെയും താല്പര്യം അല്ലെങ്കിൽ അവരുടെ ഒരു ഡ്രീമിൻ്റെ ഫുൾഫിൽമെൻറ്റ് എന്ന രൂപത്തിൽ മാത്രമാണ് ഇവിടെ ഈ പരിശ്രമം നടന്നത്. ഈ മറ്റൊരു കേസ് പഞ്ചാബിൽ ഇതുപോലെ തന്നെ മറ്റേ ARൽ ഫസ്റ്റ് നേടിയ, നീറ്റ് ARൽ ഫസ്റ്റ് റാങ്ക് ചെയ്തിട്ടുള്ള നവനീഗ് എന്ന് പറയുന്നൊരു പഞ്ചാബ്, അദ്ദേഹത്തിന് 2017 അദ്ദേഹം MBBSന് അഡ്മിഷൻ കിട്ടുന്നത്. 2024 അദ്ദേഹം MDക്ക് അഡ്മിഷൻ കിട്ടി, റേഡിയോളജിയിൽ ഇത് കിട്ടി. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അപ്പം അദ്ദേഹം പറഞ്ഞതെന്താ വെച്ചാൽ ഐ കാൻ ബെയർ എന്നുള്ളതാണ്. അപ്പോൾ സുഹൃത്തുക്കളും പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ എപ്പോഴും ഒരു പാതി മനസ്സോടെയാണ് ഇത് പഠനം നടത്തുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാവുന്ന ഒരു കാര്യം, നമ്മൾ പലപ്പോഴും കരുതുന്ന പോലെ റൈറ്റ് പീപ്പിളാണ് ഈ പഠനം നടത്തുന്നത്, റൈറ്റ് പീപ്പിളാണ് ഈ സെലക്ട് ചെയ്യപ്പെടുന്നത്, റൈറ്റ് പീപ്പിളാണ് ഈ രംഗത്ത് വരുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അവിടെ ഉണ്ട്. ഇവിടെ മറ്റു പല പ്രഷേഴ്സിൻ്റെയോ അല്ലെങ്കിൽ മറ്റേ പ്രേരണകളുടെയോ ഒക്കെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ഒരു തെറ്റായ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടാണ് പലരും വരുന്നത്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് പലപ്പോഴും അത് ത്രൂ ഔട്ട് അവർ ചിലപ്പോൾ ഡോക്ടറൊക്കെ ആകാം, പക്ഷേ ലൈഫിൽ അവർക്ക് എത്ര ആനന്ദമുണ്ടാകുമെന്നുള്ളൊരു ഇതുണ്ട്. നേരത്തെ പറഞ്ഞ മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു വിഷയം അവിടെയൊക്കെ. ഇത് എന്തിനാ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ഫുട്ബോൾ ഞാനൊക്കെ സാധാരണ കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്താണ് ആഗ്രഹം എന്ന് വെച്ചാൽ, ഒരു 5-നും 8-നും 14-നും ഇടയിലുള്ള കുട്ടികളൊക്കെ പറയും ഫുട്ബോളർ ആവണം. അവർക്ക് മെസ്സിയും റൊണാൾഡോ ഒക്കെയാണ് അവരുടെ ഇത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കുട്ടികൾക്കെല്ലാം ഈ നീറ്റിനൊക്കെ കൊടുക്കുന്നത് പോലെയുള്ളൊരു ക്യാമ്പ് നിരന്തരമായിട്ടുള്ള 2 വർഷത്തത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൽ സെലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നീ മറ്റേ ദേശീയ ടീമിലേക്ക് വരും, അല്ലെങ്കിൽ മറ്റേ നാഷണൽ മറ്റേതാവുമെന്ന് പറഞ്ഞു നിൽക്കുക. അവിടെ ഇതിൻ്റെ 10 ഇരട്ടി ആത്മഹത്യ ഉണ്ടാവും. ചാൻസസ് വീണ്ടും കുറവായിരിക്കും. ഭയങ്കര കുറവല്ലേ? അപ്പം ഇവനെ സംബന്ധിച്ചോളം വെച്ചാൽ അവനെ നമ്മൾ വേണ്ടാത്തൊരു ഡ്രീം അങ്ങോട്ട് ഇൻസ്റ്റിൽ ചെയ്യാണ്, കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡ്രീം അവൻ്റെ ഉള്ളിൽ കയറുന്നതോടെ അവൻ്റെ സക്സസ് എന്ന് പറയുന്നത്, അൾട്ടിമേറ്റ് അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ഇതാകലായിട്ട് മാറുകയാണ്. അതിലേക്ക് അവനെ പ്രേരിപ്പിക്കുന്നൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം ഉണ്ടാക്കുന്ന അപകടങ്ങൾ പ്രധാനമാണ്. ഓൾട്ടർനേറ്റീവ്സ്
മുൻപിൽ വെക്കാതെ, അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഫ്ലെക്സിബിലിറ്റിയെ പിന്നെ പഠിപ്പിച്ചു കൊടുക്കാതെ വളരെ വളരെ നാരോ ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റിങ്ങിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അത് അപകടകരമാണ്, നിർത്തേണ്ട ഒരു കാലം. ഇപ്പോൾ അടുത്ത് നടന്നൊരു ജസ്റ്റ് ഒന്ന് ഇൻ്റർവ്യൂ ചെയ്ത് പറയാണ്, NIT കാലിക്കറ്റിൽ പഠിക്കുന്ന ഒരു പയ്യൻ സെക്കൻഡ് ഇയറിൽ മലയാളമായിട്ടുള്ള കുട്ടി ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് റീസൺ? അവൻ പഠിച്ചിരുന്നത് നീറ്റിനായിരുന്നു. അപ്പോൾ നീറ്റ് പരീക്ഷ കിട്ടാതെ വന്നപ്പോൾ അവന് NIT കിട്ടി. NITയിൽ മാത്സ് അധികം എഴുതാതെ തന്നെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? NIT JEE മെയിൻ പരീക്ഷ നടക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഫിസിക്സും കെമിസ്ട്രിയും മാത്രം എഴുതിയിട്ട് അവന് NITയിൽ അഡ്മിഷൻ കിട്ടി. അവന് ഒരു കൊല്ലത്തിലധികം അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവൻ ഈ പറഞ്ഞ പോലെ വേറൊരു ഡ്രീമായിട്ടാണ് വന്നിരുന്നത്. എന്നാൽ പോയെങ്കിൽ വേറൊരു ഡ്രീം എടുക്കാം എന്നുള്ളത് അവൻ്റെ മനസ്ഥിതി അംഗീകരിക്കുകയോ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അവിടെ വന്നപ്പോഴും അതിൻ്റെ ഒരു നിരാശാബോധം അവൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ ആത്മഹത്യയുടെ വലിയ കാരണങ്ങളാണ്. അപ്പോൾ ആ ഒരു പ്രഷർ കുക്കർ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ, അത് വെറുതെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതിൽ റിലീസിലില്ല. അതിൻ്റെ നോബ് എന്താണ്, എവിടെയാണ്, എങ്ങനെ തുറക്കണം എന്ന് പോലും കുട്ടികൾക്ക് അറിയാതെ വരുന്നു എന്നുള്ളതാണ്. പിന്നെ വെച്ചാൽ ഈ ആത്മഹത്യകളെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. അത് നിർത്തേണ്ട സമയമായിരിക്കണം. അപ്പം ഞാനൊക്കെ കേട്ടിട്ടുണ്ട്, ആദ്യകാലത്തൊക്കെ അറബ് രാജ്യങ്ങളിൽ ആദ്യമായിട്ടൊക്കെ ആത്മഹത്യ കണ്ടപ്പോൾ ഒരു കൈയൊട്ടിച്ചിരിക്കുന്നതാണ്, ഇതെന്തൊരു പൊട്ടനാണവൻ അല്ലേ. അവർക്ക് അതിനകത്ത് ഒരു ദുഃഖമോ ഒരു വിഷമമില്ല. നമ്മൾക്ക് നേരെ തിരിച്ചാണ്, അയ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾക്ക് ഉണ്ടാകേണ്ട എമ്പതിയൊക്കെ ഉണ്ട്. പക്ഷെ അതേസമയം ഇതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതിലൂടെ മറ്റൊരാൾക്ക് കൂടെ പ്രേരണ ഉണ്ടാവുകയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം എന്തായാലും ഈ ഫ്രീ വില്ലൊക്കെ കുറച്ചുകൂടെ പ്രയോഗിക്കപ്പെടേണ്ട ഒരു ഇതുണ്ട്. പക്ഷെ ഞാൻ കണ്ടൊരിതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കല്ല, ഇപ്പോൾ നീറ്റൊക്കെ തന്നെ 23-24 ലക്ഷം കുട്ടികൾ എഴുതുന്നത്. അതിൽ 1% നല്ല ഒരു ഈ ഗവൺമെൻറ് സെക്ടറിലൊക്കെ സ്കൂളുകൾ അല്ല കോളേജുകളിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ പോകുന്നത്. അപ്പോൾ 1% ഒക്കെ കൂടെ കൂട്ടിയത് 4%. അപ്പോൾ എത്രമാത്രം വലിയ ഒരു ട്രാപ്പിലാണ് ഈ കുട്ടി പോയിട്ട് പെടുന്നത്. 100-ൽ 1 മാക്സിമം പറ്റുള്ളൂ. അപ്പോൾ ഈ ട്രാപ്പ്, ഈ അച്ചീവ്മെൻറ്റ് ട്രാപ്പ് എന്നുള്ളത് ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. അത് മാത്രമല്ല, അതൊക്കെ ഒരാളെന്ത് ചെയ്യുന്നു, ലൈഫിൽ ഒരു 2 വർഷം അല്ലെങ്കിൽ 4 വർഷം ഒരു പ്രത്യേക കോസിന് വേണ്ടി പരിശ്രമിക്കുന്നു. പക്ഷെ നടന്നില്ലെങ്കിലോ, ലൈഫ് ഈസ് സ്റ്റിൽ അഹെഡ്. ആ തോന്നൽ ക്രിയേറ്റ് ചെയ്യപ്പെടണം. അല്ലെങ്കിൽ ഈ കുട്ടികളെ സംബന്ധിച്ചോളം, കാരണം പിന്നെ പാരൻസും സൊസൈറ്റിയോ എഴുതി കിട്ടിയില്ലല്ലേ, തോറ്റൂല്ലേ എന്ന രൂപത്തിലാണ് ഇവനെ, അത് ഓന് തോൽവിക്കാരനായിട്ട് കാണുകയും ചെയ്യുന്നത്. എന്നാൽ ആ കുട്ടിയാവട്ടെ അതീവ ബുദ്ധിമാനും മറ്റേതൊരു മേഖലയിലും വിജയിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയായിരിക്കും. അപ്പോൾ എന്തായാലും വേണ്ടവനും വേണ്ടാത്തവനൊക്കെ ഇത് എഴുതുന്ന ഒരവസ്ഥയിലാണ് കുറയ്ക്കുക എന്നതാണ്. പക്ഷെ എനിക്ക് അപകടം തോന്നിയൊരു കാര്യം വെച്ചാൽ, ചെറിയൊരു ഇൻക്രീസ് ഇതിനകത്തുണ്ട്. മാത്രമല്ല 15 മുതൽ 24 വയസ്സ് വരെയുള്ള കുട്ടികൾക്കിടയിലാണ് ഇപ്പോൾ ഈ മൊത്തം ഇതിനകത്ത് 7.6% എന്ന് പറയുന്നത്. അത് നമ്മളുടെ വരുന്ന തലമുറയാണ്. വരുന്ന തലമുറയിൽ ഇത്തരത്തിലൊരു സൂയിസൈഡൽ ഐഡിയേഷനോ ടെൻഡൻസിയോ ഉണ്ടെങ്കിൽ അത് ക്രമബദ്ധമായി കുറച്ച് വരേണ്ടതുണ്ട്. അതല്ലെങ്കിൽ എന്തായാലും അപകടങ്ങളിലേക്ക് പോകാനിടയുണ്ട്. കാരണം നമ്മൾ മാറുന്നൊരു അന്തരീക്ഷമുണ്ട്. ഈ കോളേജുകളിലൊക്കെ തന്നെ ഇൻക്ലൂസിവിറ്റി കുറയുന്നു എന്നുള്ളൊരു സത്യമാണ്. മതവെറി ചെയ്യുന്നുണ്ട്. തുറന്ന് ചിന്തിക്കുന്ന അത്തരം അഭിപ്രായം പറയുന്നവരെ പോലും അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്നൊരു കോളേജിൻ്റെ ഒരു വൈബ്, ആ വൈബിനകത്തുകൂടെ കടന്നു പോകുമ്പോൾ തന്നെ റിലാക്സ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവന് പ്രകടിപ്പിക്കാനുള്ള വികാരം പ്രകടമായി എന്ന് പറയാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ തടയപ്പെടുന്നതോടെ കൂടുതൽ ഇത്തരം പ്രഷർ ഉണ്ടാകാം. ഒപ്പം തന്നെ കൗൺസിലേഴ്സിൻ്റെ അഭാവം ഹയർ സെക്ടറിൽ വളരെ കൂടുതലാണ്. നേരത്തെ പറഞ്ഞ പോലെ സ്കൂളുകളിലൊക്കെ ഇപ്പോൾ 500 കുട്ടികൾക്ക് ഒരു കൗൺസിലർ വേണമെന്നാണ് CBSEയുടെ നിയമം. പക്ഷേ മുകളിലേക്ക് പോകുന്തോറും അത്തരത്തിലുള്ള സാധ്യതകൾ കുറയുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം കൂടെ ഇതിനകത്ത് വലിയൊരു പങ്കാളിയാണ്. അപ്പോൾ സിസ്റ്റത്തെ ഇമ്പ്രൂവ് ചെയ്യാതെ, ഇതുപോലെ തന്നെ നമ്മളുടെ ഈ മനോഭാവത്തെ മാറ്റാതെ, ആവശ്യത്തിലധികം ചില കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ഗ്ലോറിഫൈ ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കൂടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിലൂടെ മാത്രമേ നമുക്ക് ഈ തലമുറയെ രക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും ആത്മഹത്യ ഒരിക്കലും ഒന്നിനും പരിഹാരമല്ല എന്ന് തന്നെയാണ് ആവർത്തിച്ച് പറയുവാനുള്ളത്.